തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഒരു കൂടുതൽ മാലിന്യ സംസ്കരണ കേന്ദ്രം വരുമ്പോൾ അത് എത്ര കണ്ട് നാടിന് ഗുണകരമാകും. മാത്രമല്ല ഫ്രഷ് കട്ടിന് ഇത്രയും അധികം മാലിന്യം സംസ്കരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നമായിരിക്കാം. അതൊക്കെ മാറ്റി നിർത്താനുള്ള അവസരങ്ങൾ കൂടിയാണ് അധികൃതർ ഇല്ലാതാക്കുന്നത്. ടി നന്ദഗോപാൽ കൂടിയുണ്ട്. നന്ദഗോപാൽ, നമുക്കറിയാം ജില്ലയിൽ 100 കണക്കിന് കോഴിക്കടകളുണ്ട്. ഇവരുടെയൊക്കെ മാലിന്യ സംസ്കരണം ഇപ്പോൾ ഫ്രഷ് കട്ടിനാണ് നൽകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് മാലിന്യ സംസ്കരണം ഒരുമിച്ച് വരികയും അതൊക്കെ പ്രോപ്പറായിട്ട് അവർക്ക് നടപ്പാക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഇത്തരം പുതിയ ഈ മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾക്ക് അനുമതി നൽകാത്ത നിലപാടിനെ എങ്ങനെയാണ് കാണേണ്ടത്? മാത്രമല്ല ഇതൊരു വലിയ രീതിയിൽ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട് കൂടുതൽ അനുമതി നൽകുകയാണെങ്കിൽ. പക്ഷേ അതിലേക്കൊന്നും തുനിയാത്ത അധികൃതരുടെ ഈ നിലപാടിനെ എങ്ങനെയാണ് കാണേണ്ടത്? പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ ഫ്രഷ് കട്ട് നിൽക്കുന്ന പ്രദേശത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അളവിൽ കൂടുതൽ മാലിന്യങ്ങൾ അങ്ങോട്ട് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. ഒരു ദിവസം സംസ്കരിക്കാവുന്നതിലും കൂടുതൽ മാലിന്യം എത്തുന്നതോടുകൂടി അവിടെ വലിയ രീതിയിലുള്ള ദുർഗന്ധവും മറ്റ് പ്രശ്നങ്ങളും ഒക്കെ തന്നെ സൃഷ്ടിക്കപ്പെടുകയാണ്. അത് നിരന്തരമായി നാട്ടുകാർ തന്നെ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ലിമിറ്റ് ഉണ്ട്, പക്ഷേ അതിന് പകരം അതിൽ കൂടുതൽ മാലിന്യം അങ്ങോട്ട് എത്തുന്നതാണ് ഏറ്റവും വലിയ പ്രതിസന്ധിയായി കണക്കാക്കുന്നത്. ഓരോ ദിവസവും ഇവിടെ കോഴിക്കോട് മാത്രം ഹോട്ടലുകളുടെ എണ്ണമൊക്കെ വർദ്ധിച്ചു വരികയാണ്. ഈ ചിക്കൻ ഉൾപ്പെടെ ഉപയോഗിക്കുന്നവരുടെ എണ്ണവും കൂടി വരികയാണ്. അപ്പോൾ അതിനനുസരിച്ച് മാലിന്യം വർദ്ധിക്കുമ്പോൾ അത് പൂർണ്ണമായും സംസ്കരിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങളൊന്നും തന്നെ കോഴിക്കോട് ജില്ലയിൽ നിലവിലില്ല. ഫ്രഷ് കട്ട് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ അത് നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഇതിന് അനുമതി ലഭിക്കാതിരിക്കുകയും ചെയ്യുന്നത്. ആളുകൾ അവിടെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ മാലിന്യത്തിന്റെ അളവ് കുറച്ചാൽ തന്നെയും കുറേ അധികം പ്രശ്നങ്ങൾ തങ്ങൾക്ക് പരിഹരിക്കപ്പെടും എന്നുള്ളതാണ്. അവിടേക്ക് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ മഴക്കാലത്ത് ഉൾപ്പെടെ വെള്ളം കയറിയപ്പോൾ കൂട്ടിവെച്ച മാലിന്യം പുറത്തേക്ക് ഒഴുകി പുഴയിലേക്ക് വരെ എത്തുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അപ്പോൾ മാലിന്യത്തിന്റെ അളവ് കുറഞ്ഞാൽ അത് വലിയ തോതിൽ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കാൻ കാരണമാവുകയും ചെയ്യും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇവിടെ കോഴിക്കോട് ജില്ലയിൽ മറ്റ് കേന്ദ്രങ്ങൾക്ക് കൂടെ അനുമതി നൽകണമെന്നുള്ള ആവശ്യം ആ നാട്ടുകാർ തന്നെ നിരന്തരം ഉന്നയിക്കുന്നതാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഫ്രഷ് കട്ടിലേക്ക് എത്തുന്ന മാലിന്യത്തിന്റെ അളവ് കുറയുകയും ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾക്ക് കുറച്ചെങ്കിലും പരിഹാരം ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഏതായാലും നിരവധി മാലിന്യ പ്രശ്നങ്ങൾ അവിടെയുണ്ട്. ദുർഗന്ധം ഉൾപ്പെടെ വരുന്നുണ്ട്. അത് അളവിൽ കൂടുതൽ മാലിന്യം എത്തുന്നത് കൊണ്ടാണ് ഈ സഹിക്കാൻ പറ്റാത്ത വിധമുള്ള ദുർഗന്ധവും ആ പ്രദേശത്ത് സൃഷ്ടിക്കുന്നത്. സാജിദിലേക്കാണ് ഒരിക്കൽ കൂടി. സാജിദ്, നമുക്കറിയാം മലപ്പുറത്ത് സാജിദിനെ റിപ്പോർട്ട് ചെയ്ത പ്രകാരം മലപ്പുറത്ത് 16 കോഴി മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളുണ്ട്. എവിടെ നിന്നും ഒരു പരാതിയോ അല്ലെങ്കിൽ മലിനീകരണ പ്രശ്നമോ ഇതുവരെ കേട്ടിട്ടില്ല. പക്ഷേ ഫ്രഷ് കട്ടിന് ഇവിടെ നമുക്കറിയാം നിരന്തരം പരാതികൾ, പ്രദേശവാസികൾ സ്ഥലത്ത് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉയർത്തി സമരത്തിലേക്കൊക്കെ വന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പരിഹരിക്കാനും അധികൃതർക്ക് മുന്നിലുള്ള മാർഗം എന്ന് പറയുന്നത് ഫ്രഷ് കട്ടിന് ജില്ലയുടെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള മാലിന്യം സംസ്കരിക്കുന്നത് ഒഴിവാക്കി കൊടുത്ത് അത് മറ്റു കമ്പനികൾ കൂടെ വരികയാണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും ജനജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താനും കൂടുതൽ നല്ല രീതിയിൽ ശാസ്ത്രീയമായി തന്നെ മാലിന്യ സംസ്കരണത്തിലേക്കും കടക്കും. പക്ഷേ ഫ്രഷ് കട്ടിന് വേണ്ടി ജനങ്ങളെ ദുരിതത്തിലാക്കാൻ വേണ്ടി തന്നെ ആ വഴികളൊക്കെ നിരാകരിക്കുകയാണോ അധികൃതർ? തീർച്ചയായും ഇതിന്റെ ഈ മാലിന്യ സംസ്കരണത്തിന് ഒരു വികേന്ദ്രീകരണം ഉണ്ടായാൽ തന്നെ ഒരു പരിധിവരെ ഈ കട്ടിപ്പാറയിലെ ഫ്രഷ് കട്ടിന്റെ പ്രശ്നവും പരിഹരിക്കും എന്നതിൽ തർക്കമില്ല. കാരണം മലപ്പുറം ജില്ലയിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ജില്ലയിൽ ഈ രൂപത്തിലുള്ള 16 കേന്ദ്രങ്ങൾ ഉണ്ട്. അതെല്ലാം തന്നെ വിവിധ പ്രദേശങ്ങളിലായാണ് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ടാണ് അവിടെ ഈ ഓരോ ദിവസവും എത്തുന്ന മാലിന്യം അന്ന് തന്നെ സംസ്കരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ നിരവധി കമ്പനികൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കാരണം ഈ ഫ്രഷ് കട്ട് പോലെയുള്ള ഒറ്റ യൂണിറ്റായി പ്രവർത്തിക്കുമ്പോൾ അവർക്ക് താങ്ങാവുന്നതിൽ അപ്പുറം മാലിന്യങ്ങൾ എത്തുകയും അത് ഈ തൊട്ട് അടുത്ത ദിവസമാകുമ്പോഴേക്കും നമുക്കറിയാം അത് ഈ വേസ്റ്റ് ആണ്. സ്വാഭാവികമായി അതിൽ നിന്ന് അമോണിയ ഉണ്ടാവുകയും വലിയ തോതിലുള്ള ദുർഗന്ധം വമിക്കുകയും ചെയ്യും. അത് അസഹ്യമായ ദുർഗന്ധമായി മാറുകയും ചെയ്യും. അങ്ങനെ ഓരോ ദിവസവും എത്തുന്ന മാലിന്യം അന്ന് തന്നെ സംസ്കരിക്കാൻ കഴിയുന്ന രീതിയിൽ കൂടുതൽ കമ്പനികൾ വരികയാണെങ്കിൽ അതിനി സ്വകാര്യ മേഖലയിൽ അല്ലാതെ സഹകരണ മേഖലയിലോ ഇല്ലെങ്കിൽ കുടുംബശ്രീകൾ വഴിയോ സർക്കാരിന്റെ മറ്റേതെങ്കിലും സംവിധാനങ്ങൾ വഴിയോ ആണെങ്കിൽ കൂടി ഈ കൂടുതൽ മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ വരേണ്ട ഒരു അത്യാവശ്യം ആയി നിൽക്കുന്ന ഒരു ഘട്ടമാണ് ഉള്ളത്. ഫ്രഷ് കട്ടുമായി ബന്ധപ്പെട്ട് ഫ്രഷ് കട്ടിനെ ഇവിടെ നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോവുകയാണ്. ഇന്നലെ വ്യവസായ മന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടിയുമായി ഫ്രഷ് കട്ട് അധികൃതർ ചർച്ച നടത്തിയിരുന്നു. അതിൽ 2 MLA മാരും സി.കെ. കാസിമും പി.കെ. ഫിറോസും പങ്കെടുക്കുന്ന
തീർക്കുകയും ചെയ്തിരുന്നു. ഇനി ബുധനാഴ്ച വ്യവസായ വകുപ്പിന്റെ ഉന്നത ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തും എന്നും അറിയിച്ചിട്ടുണ്ട്. മറ്റൊരിടത്തേക്ക് പോവുകയാണെങ്കിലും ഇത്രയധികം മാലിന്യങ്ങൾ അവർക്ക് സംസ്കരിച്ചുകൊണ്ട് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം വരും. ഇല്ലെങ്കിൽ ഫ്രഷ് കട്ട് ഇപ്പോഴുള്ള അവർക്ക് ഈ മാലിന്യം സംസ്കരിക്കുന്നതിന് 3 കുക്കറുകളാണ് ഉള്ളത്. അത് ഇനിയും എത്രയോ മടങ്ങ് വർദ്ധിപ്പിക്കേണ്ടി വരും. ആ ഒരു സാഹചര്യത്തിലേക്ക് പോകുമോ, ഇല്ലെങ്കിൽ പുതിയ കമ്പനികൾക്ക് അത് സ്വകാര്യ മേഖലയിലോ സഹകരണ മേഖലയിലോ സർക്കാർ മേഖലയിലോ കുടുംബശ്രീക്കോ ആർക്കെങ്കിലും നൽകുമോ എന്നുള്ളത് കൂടിയാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. എന്തായാലും ഈ കഴിഞ്ഞ ഫ്രഷ് കട്ടിന്റെ സമരം നടക്കുന്ന സമയത്ത് UDFന്റെ ഇന്നത്തെ ജനപ്രതിനിധികളായ ആളുകളെല്ലാം തന്നെ അതിന് അനുഭാവം പുലർത്തിയ ആളുകളാണ്. അതുകൊണ്ട് ഇതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാകുമെന്നാണ് ഇന്നലെ വ്യവസായ മന്ത്രി പറഞ്ഞത്. ആ രീതിയിലേക്ക് പോകും. അത് ഫ്രഷ് കട്ട് ഇവിടെ നിന്ന് മാറ്റി സ്ഥാപിച്ചത് കൊണ്ട് മാത്രം ആ പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കാൻ കഴിയില്ല. മാലിന്യ സംസ്കരണത്തിന്റെ വികേന്ദ്രീകരണം അത്യാവശ്യമാണെന്ന കാര്യത്തിൽ സംശയമില്ല. ജിൽസി, തീർച്ചയായിട്ടും അതിലൊന്നും സംശയമില്ല സാജിദ്. പക്ഷേ കോഴിക്കടകൾക്ക് അനുമതി ലഭിക്കാൻ ഫ്രഷ് കട്ടിന്റെ അടക്കം സാക്ഷ്യപത്രം വേണമെന്ന് പറയുമ്പോൾ അത് ഏത് തരത്തിലാണ്? മറ്റ് ജില്ലകളിലൊക്കെ ഇത്തരത്തിലുള്ള മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങളുടെ അനുമതി പ്രകാരം കൂടിയാണോ അത്തരത്തിലുള്ള ലൈസൻസ് കൊടുക്കാറ്? ജിൽസി, ഈ മാലിന്യം പുറന്തള്ളപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക് മാലിന്യ സംസ്കരണത്തിനുള്ള വഴി എന്താണ് എന്ന് അറിയിക്കണം. അത് അതിൻ്റെ ഒരു നിബന്ധനയാണ്. അത് മറ്റ് സ്ഥലങ്ങളിൽ നിരവധി കമ്പനികളുള്ള, അത് എല്ലാ ജില്ലകളിലും മലപ്പുറം പോലെ നിരവധി കമ്പനികളില്ല എന്നുകൂടി നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഇന്ന സ്ഥലത്ത് ഇല്ലെങ്കിൽ ഇന്ന രൂപത്തിൽ അത് സംസ്കരിക്കും എന്ന് പറയാം. പക്ഷേ കോഴിക്കോട് ജില്ലയിൽ സംഭവിച്ചത് ഫ്രഷ് കട്ട് മാത്രമുള്ളത് കൊണ്ട് തന്നെ ഫ്രഷ് കട്ടിൻ്റെ ഈ അനുമതി പത്രം വേണം എന്നുള്ളതാണ് നേരത്തെ ജില്ലാ കളക്ടർ ഇറക്കിയ ഉത്തരവിൽ പറയുന്നത്. അതിൽ അങ്ങനെ സാധാരണമായി ആ രീതിയിൽ ചെയ്യാറില്ല. മാലിന്യ സംസ്കരണം ഏത് രൂപത്തിൽ ചെയ്യും എന്ന ഒരു സത്യവാങ്മൂലം നൽകിയാൽ മതി എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ സംഭവിച്ചിരിക്കുന്നത് ഫ്രഷ് കട്ടിൽ നിന്ന് സാക്ഷ്യപത്രം നൽകിയാൽ മതി എന്നുള്ളൊരു കാര്യമാണ് ജില്ലാ കളക്ടർ തന്നെ ഉത്തരവായി പുറത്തിറക്കിയിരിക്കുന്നത്.